അധ്യായം 17 സൂറ അൽ ഇസ്രാഹിലെ 55-56 പറയുന്നത്, നിന്റെ രക്ഷിതാവ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. തീർച്ചയായും പ്രവാചകന്മാരിൽ ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ദാവൂദിന് നാം സബൂർ എന്ന വേദം നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒന്ന് മനസ്സിലാക്കാം, സബൂർ എന്ന വേദഗ്രന്ഥത്തിലുള്ള സൃഷ്ടാവ് എന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന, നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്ന, ആകാശഭൂമികളുടെ നിയന്ത്രണത്തിലുള്ള സൃഷ്ടാവാണ് എന്നുള്ളത് മനസ്സിലാക്കാം. നബിയെ പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദൈവങ്ങൾ എന്ന് വാദിച്ചു പോന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കുവാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഉള്ള കഴിവ് അവരുടെ അധീനത്തില്ല. അള്ളാഹുവിന് പുറമെ മറ്റൊരു ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ഒന്നിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാവശ്യത്തിന് അവർ വിളിച്ചു നോക്കൂ. അവർക്ക് ഉപദ്രവം നീക്കാനോ നമ്മളിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊന്നും അവർക്ക് കഴിയൂല എന്നവിടെ പറയുന്നത്. ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഭൂമിയിൽ എത്ര മനുഷ്യരുണ്ട്. ഈ മനുഷ്യരുടെ ഒക്കെ ഹൃദയത്തിലുള്ളത് കാണാൻ കഴിയുന്ന ഒരാളായിരിക്കണം ആ മനുഷ്യരെ സൃഷ്ടിച്ചത്. അതാണ് ഏറ്റവും വലിയ ന്യായം. അതെന്നാൽ നമ്മൾ സൃഷ്ടാവിനുണ്ട്. എന്നാൽ 10 പേരുണ്ടെങ്കിൽ ആ 10 പേരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. നോർമലായിട്ട് കഴിയൂല. കാരണം അങ്ങനെ ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവരും പുറം ഭാഗം മനസ്സിലാക്കാനേ കഴിയണമെന്നുള്ളൂ. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണ് അവർ ചിന്തിക്കുന്നത്, ഇപ്പൊ അവരുടെ മൈൻഡിലേക്ക് എന്താ വരുന്നത്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വ്യത്യസ്തമായിട്ട് പലരും ഓരോ സെക്കൻഡ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കാണാൻ കഴിവുള്ള ഒരാളാണ് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് എന്ന് പറയുന്നത്. അതന്നെ ഏറ്റവും വലിയൊരു തെളിവാണ്.